ആരിതാവരും നാരിതാവരും യേശുരേശരേ അല്ലയോ. ആരിതാവരും നാരിതാവരും യേശുരേശരേ അല്ലയോ. പരമോന്നതൻ സ്ഥാനമേകുക യോർദാനാറ്റിങ്കൽ വരുന്നു. പുതിയ തലമുറയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നൽകിയ ദർശനത്തിനായി ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി ഞങ്ങൾ കാണുന്നു. കഴിഞ്ഞ കാലങ്ങളുടെ ജീവിതത്തിൽ വന്ന പാളിച്ചകളെല്ലാം അവിടെ നിന്നുമായി ക്ഷമിക്കും. പുതിയൊരു അധ്യായത്തിൽ തുടക്കമെന്ന നിലയിൽ ഈ പ്രിയ തലമുറയിൽ പകൽ ഒരുക്കിയതിനായി സ്തോത്രം. ദൈവനാമത്തിന് അഭിഷക്തനായി ലോക രാജ്യങ്ങളിൽ പട്ടണങ്ങൾക്ക് ശുശ്രൂഷയോടുകൂടെ പുറത്തുനിന്ന് അഭിഷക്തനായി ഇന്ന് പകൽക്കാലം ഈ തലമുറയെ ആത്മാവിന്റെ നിയോഗത്തിൽ അഭിഷേകം ചെയ്യുക. ഇവരുടെ മേലുള്ള ദൈവീയ നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി തലമുറയെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഉയരത്തിലുള്ള ദൈവത്തിന്റെ കരുണയുടെ മേൽ വ്യാപരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു താനലോകത്തിലേക്ക് ഇറങ്ങി വരികയും മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആകൊണ്ട് അവനും ജഡശരീരം ഏറ്റെടുത്തുകൊണ്ട് എന്റെ യേശു ഭൂമിയിൽ കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അനുസരണമുള്ളവനായി തീർന്നു. മാതാപിതാക്കൾക്ക് മാതൃകയുള്ളവനായി തീർന്നു. അതേ പൊന്തിയോസ് പീലാത്തോസ് മുമ്പാകെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചു. 5 കോടതിയിൽ മാറി 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടിട്ടും അവരിൽ ഒരു കുറ്റമില്ല എന്ന് ഈ ലോകത്തിലെ പരീക്ഷന്മാരാൽ യഹൂദന്മാരാലും അതേ വിധിക്കപ്പെടുവാൻ ഇടയാക്കി. എങ്കിലും തിരുവെട്ടും പ്രകാരം അവൻ മരിച്ചു. തിരുവെട്ടും പ്രകാരം അടക്കപ്പെട്ടു. തിരുവെട്ടും പ്രകാരം 3-ാം നാൾ എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശു അതിവിദൂര ഭാവിയിൽ തന്നെ വിശ്വസിക്കുന്ന വൃദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ കാഹളത്തോടുകൂടെ ഇറങ്ങി വരുമ്പോൾ മണ്ണിലിറങ്ങുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. ആ സമയം ഒരു പുനർത്വാനത്തിന്റെ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശു ദൈവപുത്രനാണെന്നും അതുൽ വിശ്വസിക്കുന്നുവോ? അതുൽ വിശ്വസിക്കുന്നു എന്നുള്ള അവന്റെ വാമൊഴിയാലും നിന്റെ പാപത്തിനു വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ വിശ്വാസത്തിന്റെ ആധാരത്താൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന നിലയിലും പുതിയ ദൈവസഭയ്ക്ക് നൽകിയ ആത്മീയ അടിസ്ഥാന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ നിൽക്കുന്ന അഭിഷക്തന്മാർ കാണെ ദൈവത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ നിയോഗത്താൽ പിതാവിന്റെ പുത്രന്റെയും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. തലമുറ ഞങ്ങൾ അനുഗ്രഹിച്ചു നൽകിയ ആലോചനയ്ക്കായി വെളിപ്പാടിനായി എടുത്ത് തീരുമാനിച്ച് അന്ത്യം വരെ നിൽപ്പാൻ ഈ തലമുറയെ അനുഗ്രഹിക്കണം. കർത്താവിന് വേണ്ടി എവിടേക്ക് പ്രയോജനപ്പെടണം. ദൈവമാകിയിരിക്കുന്ന ഭൗതിക വസ്തു ഏതൊക്കെ മേഖലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമോ അത്തലങ്ങളെല്ലാം ഈ കുഞ്ഞിനെ ദൈവം എടുത്തു ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ തലമുറ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അനുഗ്രഹമായി തീരും യേശുവിൻ നാമത്തിൽ തന്നെ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിലേക്ക് കടന്നു വരുവാൻ മക്കൾ ജഡരക്തങ്ങളോടുകൂടവനാകുകൊണ്ട് അവനും ജനശരീരം ഏറ്റെടുത്ത് യേശു ഭൂമിയിൽ കടന്നു വന്നു. 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴടങ്ങി ഈ ഭൂമിയിൽ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട എല്ലാ കടപ്പാടുകൾ ചെയ്ത് മാതൃകയാകുവാൻ ഇടയായി. 3.5 വർഷ ശുശ്രൂഷ കാലഘട്ടത്തിൽ അനേക കുഷ്ഠരോഗികൾ, പശവാതക്കാർ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായിട്ടുണ്ട്. കാലത്തിന്റെ വൈകിയ സമയത്ത് യേശു കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പൊന്തിയോസ് പീലാത്തോസ് മുമ്പാകെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചു. 5 കോടതി മാറി വിസ്തരിക്കപ്പെട്ടിട്ടും എന്റെ യേശുവിൽ ഒരു കുറ്റമില്ലെന്ന് തെളിയിക്കപ്പെട്ടു. എങ്കിലും അവൻ മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായിട്ടുണ്ട്. അതിവിദൂര ഭാവിയിൽ തങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന തന്റെ വൃദ്ധരെ ചേർക്കുവാൻ യേശുവാന വരവിൽ കടന്നു വരുമെന്നുള്ളതും ആ യേശു ക്രിസ്തു
എന്റെ അവൻ ദൈവപുത്രനാണെന്നും അവൻ എന്റെ പാപത്തിന് മോചനമായി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നും പ്രിയ ബെറ്റ്സി ഷിബു വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ വചനവും അവന്റെ കൽപ്പനയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശമാകിയാൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവിടെയായിരിക്കുന്ന ദൈവമക്കൾ കാണുക, അഭിഷക്തന്മാർ കാണുക. അവൻ നിന്നിൽ ഒരു പുനർത്തുവാനത്തിന്റെ ശരീരം വെളിപ്പെട്ടു വരേണ്ടതിന് ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുളത്തിൽ സ്നാനപ്പെടുത്തിക്കൊള്ളുന്നു. വിശ്വസ്തയായിരിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ